ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. മോർണിംഗ് ലക്കി. ഗുഡ് മോർണിംഗ്. ലക്കിയുടെ ഒരു ദിവസമാണ് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ലക്കിയുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രഭാതങ്ങളും ഇങ്ങനെയാണ്, വളരെ കാമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി എണീക്കുന്ന ഒരു കുട്ടിയാണ് ലക്കി. അതുകൊണ്ട് തന്നെ അവനറിയാതെ അവന് ചുറ്റുമുള്ളവർക്കൊരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ അവനെ കൊണ്ട് പറ്റുന്നുണ്ട്. ഉറക്കം ഉണർന്ന ഉടനെ അവൻ കിച്ചണിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ അവൻ്റെ അമ്മമ്മ അവനൊരു ഗ്ലാസ് പാല് കരുതിയിരിക്കും. പാലൊക്കെ കുടിച്ചു കഴിഞ്ഞ് യൂഷ്വലി അവൻ അച്ഛൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇന്നിപ്പം അവൻ അവൻ അംഗനവാടിയിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ ബുക്കാണ്. അതിനകത്ത് കുറച്ച് കുത്തിവരകളൊക്കെ നടത്തുക. ലക്കിക്ക് ഇപ്പം 2 വയസ്സും 1 മാസവുമാണ് പ്രായം. ഷാമ്പു കുഞ്ഞാമേനും എടുക്കണം. ഇപ്പോഴോ? ഇപ്പം നമുക്ക് കുളിക്കാം. ലക്കിയുടെ സ്വഭാവത്തിൽ വളരെ നല്ലൊരു ക്വാളിറ്റിയായിട്ട് നമ്മൾ കാണുന്നതാണിത്. അവൻ്റെ പ്രാഥമിക കൃത്യങ്ങളെല്ലാം ഒരു മടിയും കൂടാതെ അവൻ നമ്മുടെ സഹായത്തോടു കൂടി രാവിലെ തന്നെ ചെയ്തു തീർക്കും. യൂഷ്വലി ഞാൻ ലക്കിയുടെ സ്കിന്നൊക്കെ മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒലിവ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്തിട്ടാണ്. ഇതിപ്പം ഹിമാലയയുടെ ഒരു ബോഡി ലോഷനാണ്. ഇത് ആരോമിൽ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ലക്കിയുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊടിയരിക്കഞ്ഞിയും ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ്. ഓരോ ദിവസം വ്യത്യസ്തമായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. പകൽ സമയങ്ങളിൽ കഞ്ഞി കൊടുക്കുമ്പോൾ ഞാൻ അതിനകത്ത് 1 സ്പൂൺ ഗീ കൂടി ഉരുക്കി ചേർക്കാറുണ്ട്. കഞ്ഞിയൊക്കെ കുടിച്ച ശേഷം ഡ്രസ്സൊക്കെ ചെയ്ത് കുറച്ച് നേരം ലക്കി ഡാഡിയുടെ കൂടെ വീഡിയോ കോളൊക്കെ ചെയ്ത് അതിനിടയ്ക്ക് ഞാൻ കുറച്ച് സ്നാക്സൊക്കെ കൊടുത്ത്. അപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മാംഗോ എടുത്തുകൊണ്ട് വന്നത്. അപ്പം മാംഗോ അവന് ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ സ്നാക്സ് ബാക്കിയുള്ളവരടുത്ത് മാറ്റിയിട്ട് അവന് കുറച്ച് മാംഗോയുടെ പീസസ് കൊടുത്തു. അവൻ അതൊക്കെ കഴിച്ചു ഡാഡിയോട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ലക്കിയുടെ ഈ പ്രായത്തിനിടയ്ക്ക് അവന് യൂസ് ചെയ്യാനായിട്ട് മൊബൈൽ ഫോൺ അവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കാണിക്കും, അത്രേ ഉള്ളൂ. ആരോമൽ അബുദാബിയിലായതുകൊണ്ട് തന്നെ ആരോമൽ കുഞ്ഞിനെ മിസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞ് ആരോമൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ലക്കി നല്ല മൂഡിലിരിക്കുന്ന ഏതെങ്കിലും സമയങ്ങളിലൊക്കെ വീഡിയോ കോൾ ചെയ്ത് ആരോമലെ കാണിക്കാറുണ്ട്. അല്ലാണ്ട് ഫുഡ് കഴിക്കാൻ ഫോൺ വേണം, ഉറങ്ങാൻ ഫോൺ വേണം, അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. എന്തോ ഓക്കെ, ഉറങ്ങാം. ബ്രസ്റ്റ് ഫീഡിങ് എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ പകലൊക്കെ ഉറക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പകലൊരു 11 മണി മുതൽ ഒരു 1-1.5-2 മണിക്കൂർ എന്തായാലും ഉറങ്ങാറുണ്ട് അവൻ. ഇന്ന് അമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ലഞ്ച് ഞാനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്കി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. പിന്നെ ലക്കി ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ വലിയ മൂശാട്ട കാര്യങ്ങളൊന്നുമില്ല. ഒരു മഷ്റൂം ഓംലെറ്റ് ഉണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കഴിച്ചു. അവൻ കുഞ്ഞാണേലും ഞാൻ ഉണ്ടാക്കിയിരുന്ന എല്ലാ ഡിഷസും അവൻ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ അത് അത്യാവശ്യം കഴിക്കുകയും ചെയ്യും. പിന്നെ നന്നായിട്ട് അതിനൊരു കമൻറ്റ് പറയും. അതാണ് ഏറ്റവും ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവൻ്റെ. ഉച്ചയ്ക്ക് ഓംലെറ്റ് കഴിച്ചതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ 1/2 ഗ്ലാസ് കഞ്ഞി കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. JCBയുടെ സൗണ്ടല്ലേ മോനെ കേൾക്കുന്ന? കഞ്ഞി കുടിച്ചോണ്ടോ? കഞ്ഞി ഇന്ന് കഞ്ഞി കുടിക്കാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. അവന് ആകെ പേടിയുള്ളത് JCB അല്ലേ ലക്കി? അവിടെ എളുപ്പം കുടിക്ക്. തൊട്ടടുത്ത് പുതിയൊരു വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്ലോട്ടിൻ്റെ JCB ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ കുറച്ച് നേരം അവിടെ നിന്ന് JCB ഒക്കെ നോക്കിക്കൊണ്ട് കഞ്ഞിയൊക്കെ കുടിച്ച്. പിന്നെ അറിയാവുന്നൊരു ബന്ധുക്കളൊക്കെ ചോദിക്കാറുണ്ട് കൊച്ചിൻ്റെ മുടി എന്താ വെട്ടാത്തതെന്ന്. 1 വയസ്സായപ്പം നമ്മൾ നേർച്ച ഉണ്ടായിരുന്ന പളനി കൊണ്ട് എടുത്തത്. അതിന് ശേഷം കിളിർത്ത മുടിയാണിത്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് ഒതുക്കിയിട്ടൊക്കെ ഉണ്ട്, ഫ്രണ്ടൊക്കെ ഒന്ന് ക്രോപ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അവന് അത്യാവശ്യം ഹെയർ ഗ്രോത്ത് ഉണ്ട്, അതുകൊണ്ട് വേഗം ഇങ്ങനെ കിളിർക്കും. പിന്നെ അവൻ ടൈ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവൻ കെട്ടിവെക്കാൻ സമ്മതിക്കാറില്ല. അപ്പം ഞാൻ JCBയെ കാണിച്ച് പേടിപ്പിച്ച് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അവന് മുടിയുള്ളതൊരു ഭംഗിയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് മുടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിരുന്നു. മുറ്റത്തുനിന്ന് വെയിലൊന്ന് മറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവൻ്റെ സൈക്കിൾ എടുത്ത് പുറത്ത് കൊടുത്തു. ഈ സൈക്കിൾ അവൻ്റെ 2nd ബർത്ത്ഡേക്ക് അവൻ്റെ അമ്മയും പപ്പയും ചേച്ചിയും കൂടെ കൊണ്ടു കൊടുത്തതാണ്. അതായത് എൻ്റെ സിസ്റ്ററും ഫാമിലിയാണ്. കുറച്ചുകൂടി വലിയ കുട്ടികളുടെ സൈക്കിളാണ്, എന്നാലും അവന് കാലൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചെറുതായിട്ടൊക്കെ സൈക്കിൾ ചവിട്ടാറുണ്ട്. ഇപ്പോൾ ഞാൻ വല്ലപ്പോഴും ഇതെടുത്ത് കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബഹളം ഇതും കൊണ്ട്. അങ്ങനെയൊക്കെ ഈ സൈക്കിളൊക്കെ ചവിട്ടി തളർന്നിട്ടുണ്ട്. അവൻ്റെ കൂടെ നടന്ന് ഞാനും നന്നായിട്ട് തളർന്നു. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ വിചാരിച്ചു. ഞാൻ ബ്രെഡ് ജാം ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതൊക്കെ എടുത്ത് പുറത്തോട്ട് വന്ന്
കഴിക്കാമെന്ന് വിചാരിക്കുക. എന്നാ ബാ നമുക്ക് അവിടെ പോയി കഴിക്കാം. ബാ, കൊള്ളാമോ ലക്കി? ലക്കി കൊള്ളാമോ? പിന്നെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് പതുക്കെ അതൊക്കെ കഴിച്ചു. പിന്നെ അപ്പം ലക്കി ഡിമാൻഡ് വെച്ചു ഇന്നും പുറത്തോട്ട് ഇറങ്ങണമെന്ന്. അപ്പോൾ അവൻ്റെ ഈ ഒരു സ്ട്രോളർ നേരത്തെ കുഞ്ഞിലെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് അത് ഷെഡിലാണ്. അപ്പം അവന് ഇപ്പം കുഞ്ഞ് കളിക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ ഞാൻ അവനെ സ്ട്രോളറിലൊക്കെ കയറ്റി പുറത്ത് റോഡിലോട്ട് ഇറങ്ങുകയാണ്. മിക്ക ദിവസം വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ ഉറങ്ങാറുള്ളതാണ്. ചില ദിവസങ്ങളിൽ വൈകുന്നേരം ഞാനിതുപോലെ അവനെ പുറത്ത് കൊണ്ടുപോകും. മിക്ക ദിവസവും നടന്നാണ് പോകുന്നത്. ഇന്ന് അവന് കുഞ്ഞുവാവ് കളിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്ട്രോളർ യൂസ് ചെയ്യുന്നത്. ഇവിടുന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് 1/2 കിലോമീറ്ററാണുള്ളത്. മിക്ക ദിവസം ഞാൻ അവിടെ പോകുമ്പോൾ ഇവൻ്റെ കൂടെ നടന്നാണ് വരുന്നത്. തിരിച്ചും നടന്ന് തന്നെ വരും. ഞാനും വിചാരിക്കും കുറച്ചൊക്കെ നടക്കുന്നത് നല്ലതാണല്ലോ, നടന്നോട്ടേ എന്ന്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ട്രോളർ കൂട്ടി മടുത്തു. അങ്ങനെ തൊട്ടടുത്ത് എൻ്റെ അച്ഛമ്മയുടെ കുഞ്ഞമ്മ താമസമുണ്ട്. ഞങ്ങൾ അച്ഛമ്മയെ കാണാൻ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ പോയി ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയാണ്, അവിടെ ഇരുന്ന് സ്നാക്സൊക്കെ കഴിക്കും. ഇതൊക്കെ ഇഷ്ടമാണ്. പിന്നെ അവിടുന്ന് കുറച്ച് സന്ധ്യയായിട്ട് തിരിച്ചു വന്ന് അവൻ്റെ മേലൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയ ശേഷം ഞാൻ അവനൊരു ഷേക്ക് ഉണ്ടാക്കി കൊടുത്തു. ഒരു സിമ്പിളായിട്ട് ഈസി ആയിട്ടൊരു ഷേക്കാണ്. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അവന് സ്വന്തമായിട്ട് കുടിക്കണം എന്നാണ് പറഞ്ഞത് ഗ്ലാസ്സിൽ. അപ്പോൾ ഞാൻ പൊട്ടാത്തൊരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു. അതൊക്കെ കുടിച്ചു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. വാട്ട്സ് യുവർ നെയിം? വെരി ഗുഡ്. കണ്ണെന്തിയേ? കണ്ണ്, മൂക്കെന്തിയേ? പല്ലെന്തിയേ? ചെവി എന്തിയേ? കാലെന്തിയേ? എന്തിയെ? തൊട്ടടിക്കണം, തൊട്ടടിക്കാലി. മാലി എന്തിയെ കുഞ്ഞിൻ്റെ? നാക്കെന്തിയേ? പുരുകം എന്തിയെ? പുരുകം. ഓ വെരി ഗുഡ്. മുടി എന്തി എൻ്റെ കുഞ്ഞിൻ്റെ? നാക്ക് നീട്ടി കാണിച്ചേ. വെരി ഗുഡ്. ഇതൊന്നും നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തതൊന്നുമല്ല. ഈ പ്രായത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെ പോലെ ലക്കിയും കണ്ടും കേട്ടും മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഈ ഒരു പ്രായത്തിൽ പേരൻസ് ഒരുപാട് കാര്യങ്ങൾ ബ്രെയിനിലേക്ക് കുത്തി നിറയ്ക്കാതെ കുഞ്ഞുങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുന്നതാവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നൈറ്റ് ഇഡ്ഡലിയായിരുന്നു ഡിന്നർ. അപ്പം ഞാൻ അവനൊരു പുലാവ് പോലെ ചെയ്ത് കൊടുത്തു. ഇത് മൊത്തമൊന്നും അവൻ കഴിച്ചിട്ടില്ല. അവന് ആവശ്യമുള്ളത് കഴിച്ചു. ഇനി ലക്കിക്ക് ഉറക്കത്തിനുള്ള സമയമാണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലക്കിക്ക് രാത്രി ഉറങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവൻ കുഞ്ഞിലെ മുതലേ അങ്ങനെ തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ഉറങ്ങി. ഇതാണ് ലക്കിയുടെ ഒരു ദിവസം. പിന്നെ അവൻ കഴിക്കുന്ന ഫുഡുകളും ചില ആക്ടിവിറ്റീസിലും ഒക്കെ ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കും കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.